അവിടുത്തെ ആദിയും വ്യാധിയും ഒക്കെ അകറ്റി നല്ലൊരു ഐശ്വര്യസമ്പൂർണമായ ഒരു നല്ല നാളേക്ക് വേണ്ടി തെയ്യം ഓരോ വീട്ടിലും വന്ന് തെയ്യം ആടുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയും, അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ് കൂടെയുള്ളവർ. അപ്പോൾ ചെറിയ പ്രായത്തിൽ, അതായത് പ്രായപൂർത്തിയാകാത്ത ആളുകളാണ് ഈ തെയ്യം കെട്ടുന്നത് പതിവായി. അപ്പോൾ അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്കും അറിയാത്ത ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അതിപ്പോ കർക്കിടക മാസത്തില് 3 സമുദായത്തിൽപ്പെട്ടവരാണ് ഈ ആടി, വേടൻ, ഗളിഞ്ച 3 തെയ്യത്തെ പ്രതിനിധീകരിച്ചിട്ട് കർക്കിടക മാസത്തിൽ അധികം വ്യാധികൾ അകറ്റാൻ വേണ്ടിയിട്ട് വരുന്നത്. അതിൽ നമ്മൾ നൽക്കത്തായ സമുദായത്തിലുള്ള ഗളിഞ്ചൻ അർജുനൻ എന്ന തെയ്യമാണിത്. അതേപോലെ നമ്മളെ മലയൻ സമുദായത്തിൽപ്പെട്ടവരുടെ വേടനും വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരുടെ ആടി, വേടൻ, ഗളിഞ്ചൻ എന്ന 3 തെയ്യങ്ങൾ ഒരു വീട്ടിലെത്തിയാൽ വീട്ടിൽ ആ നിലവിളക്ക് കൊളുത്തി സ്വീകരിച്ചിട്ട് ആ തെയ്യങ്ങൾ ആ മുറ്റത്താടി അതിൻ്റെതായ ആദികളും വ്യാധികളും അകറ്റുവാൻ വേണ്ടിയിട്ട് ഒരു കുരിശും വെള്ളം ആ കത്തിച്ച് വെച്ച തിരിയെടുത്തിട്ട് വടക്കോട്ട് ഒഴിഞ്ഞു മരിക്കണം എന്നുള്ളത് ഒരു എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു സങ്കല്പം, ഒരു വിശ്വാസമാണത്. അപ്പം അങ്ങനെ തെയ്യം എല്ലാ വീടുകളിലും വന്ന് ഈ പറഞ്ഞ പോലെ തെയ്യം ആടി ആ കാര്യങ്ങളെല്ലാം ചെയ്ത് പോകും. അപ്പോൾ തെയ്യത്തെ ഓരോ വീട്ടുകാരും അത് ആ രീതിയിൽ വരവേറ്റ് അവരാൽ കഴിയുന്ന ചെറിയ ഒരു ദക്ഷിണ കാര്യങ്ങളും അവർക്ക് കൊടുക്കും. എല്ലാവരും അതെല്ലാവർക്കും ഒരു വലിയൊരു സന്തോഷകരമായ ഒരു അനുഭവം തന്നെയാണ് ആ കർക്കിടക മാസത്തിലെ ഈ സമയത്ത് വീടുകളിൽ ഈ തെയ്യം ആടിക്കുന്ന ആ ഒരു കാലങ്ങളായി തുടർന്നു വരുന്നൊരു ആചാരം ഇന്നും അത് നിലനിർത്തി പോകുന്നുണ്ട്. ഇനി വരുന്ന തലമുറയും ഈ രീതിയിൽ പോകാൻ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുന്നതിലൊരു ആശങ്കയുണ്ടല്ലായിരിക്കും. അത് തന്നെയായാലും കാണാൻ കഴിയുന്നിടത്തോളം എല്ലാവർക്കും ഈ ഒരു അനുഭവം, അതായത് ഇപ്പോൾ തെയ്യം ആടുന്നത് കാണാനുള്ളൊരു അവസരം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാനൊരു സന്തോഷകരമായ. പണ്ടെല്ലാം തെയ്യം വീട്ടിൽ കയറി ആടി കഴിഞ്ഞെങ്കിൽ അവിടുത്തെ തലമുതിർന്ന ചില ദിവസങ്ങളിൽ പ്രത്യേകതയുണ്ട്. കർക്കിടകം 16, കർക്കിടകം 18 എന്നുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളിലെല്ലാം ഈ 3 തെയ്യങ്ങൾ ആടി, വേടൻ, ഗളിഞ്ചൻ 3 തെയ്യങ്ങളും ഒരു പ്രത്യേക രീതിയിൽ ഇപ്പോൾ കുണ്ടംകുഴി അമ്പലം, കാനത്തൂർ അമ്പലം, തൃക്കണ്ണാട് അമ്പലം, മടിയൻകൂലം തുടങ്ങിയ വിശേഷപ്പെട്ട ക്ഷേത്രങ്ങളിൽ 3 തെയ്യങ്ങൾ ഒന്നിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇത് 9ാം നാടാണ്. 9 നാട് ഒടഞ്ചാലും മീത്ത പട്ടിക്കുന്നിന് താഴെ എന്നുള്ളതായ ഒരു പണ്ടേ വർഷങ്ങളായിട്ട് ഒരു ആചാരമാണ്. ആ ആചാരം ഈ 3 സമുദായങ്ങൾക്കാണ്. വണ്ണാൻ, മലയൻ, നൽക്കത്തായ 3 സമുദായങ്ങൾക്കാണ് അതിൻ്റെതായ 9 നാടിൻ്റെതായ അവകാശം, ജന്മം നീലേശ്വരം തമ്പുരാൻ്റെ പ്രകാരം 9 നാട്ടിലാണ് ഈ തെയ്യങ്ങൾ.